ബംഗാളിൽ മുഴുവൻ കൂട്ടക്കൊല നടക്കുകയാണ്. ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു തള്ളുന്ന രീതിയിലേക്കാണ് ബംഗാൾ ഒരു കലാപഭൂമിയായി മാറിയിരിക്കുന്നത്. എന്താണ് ബംഗാളിന്റെ അവസ്ഥയ്ക്ക് ഒരു അറുതി ഉണ്ടാകുമോ? ബംഗാളിൻ്റെ അവസ്ഥയ്ക്ക് അറുതി ഉണ്ടാകും. ബംഗാളിലെ ഹിന്ദുക്കളെ കുറിച്ച് പേടിക്കണ്ട എന്നൊരു അവസ്ഥ. കുറച്ചുപേരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ ആളുകൾ ഓടിപ്പോയിട്ടുണ്ട്, കുറേ ആളുകൾ ഭയന്ന് കഴിയുകയാണ്. ഇത് ബംഗാളിന് പുതുമയൊന്നുമല്ല. തനിക്കറിയാമോ, ബംഗാളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ബംഗാളും കൽക്കത്തയും. ബംഗാളിൻ്റെ തലസ്ഥാനമാണ്. 1946 1946 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകളൊക്കെ നടക്കുന്ന സമയം. അന്ന് ബംഗാളിലെ ഹിന്ദുക്കളെ തൊട്ടാൽ ഒരു ഹിന്ദുവിൻ്റെ തലയ്ക്ക് 10 മുസ്ലിം തലയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു വീരനുണ്ട് ബംഗാളിൽ. ഗോപാൽ പത്ത എന്ന് പറയും. പത്ത എന്ന് പറഞ്ഞാൽ മുട്ടനാടെന്ന അർത്ഥം. അപ്പോൾ ആ കഥ പറയാം ഞാൻ. അതിനു മുമ്പ് ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ബംഗാളിൽ ഹിന്ദുക്കളെ കൊല്ലാൻ വന്ന, കൊന്നുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്ന മുസ്ലിം അക്രമകാരികളെ തുരത്തി ഓടിച്ച് മൂത്രമൊഴിപ്പിച്ച ഗോപാൽ പത്തയുടെ കഥ ഓർക്കുമ്പോൾ ബംഗാളിലെ ഹിന്ദുക്കൾ തോക്കുമൊന്നുമില്ല. അവർ തിരിച്ചടിക്കും, ഉറപ്പാണ്, തിരിച്ചടിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം. അതിലേക്ക് വരും മുമ്പ് പശ്ചാത്തലം പറയാം. 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ആലോചിക്കുന്നു. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാജ്യങ്ങൾ പോലെയാണ്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. കുതിരയും കാളയും കൂടെ ഒരു വണ്ടി കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദുക്കളോടെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷുകാരെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യണം, ഞങ്ങൾക്ക് വേറൊരു രാജ്യം തരണം, മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്നുള്ള വാദം ജിന്ന മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷുകാർ ആദ്യം സമ്മതിച്ചില്ല. അപ്പോൾ ജിന്ന തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തരത്തിലല്ലേ, മേടിക്കാൻ ഞങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് ജിന്ന ആഹ്വാനം ചെയ്തു, നമുക്ക് വേറൊരു രാജ്യം കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ആക്ഷൻ നടത്തണം. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മെക്കിട്ട് കയറുക എന്നാണ് നമ്മൾ കരുതുക. ബ്രിട്ടീഷുകാരുടെ ചോദിക്കുന്നത്. അങ്ങനെയല്ല. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറുക എന്നാണ്, ഹിന്ദുക്കളെ കൊല്ലുക. അങ്ങനെ ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്ന് വലിയ കലാപം ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷുകാർ ഗത്യന്തരമില്ലാതെ മുസ്ലിങ്ങളെ നിങ്ങൾക്കൊരു രാജ്യം ഇതാ എന്ന് പറയും. അതായിരുന്നു ജിന്നയുടെ പ്ലാൻ. ആ പ്ലാൻ വിജയിച്ചു. അങ്ങനെ ഡയറക്റ്റ് ആക്ഷനും ജിന്ന ആഹ്വാനം ചെയ്തു. കൊൽക്കത്തയിൽ, അന്നത്തെ കൽക്കത്ത, ഇന്നത്തെ കൊൽക്കത്തയിൽ ആരംഭിച്ചു. മുസ്ലിങ്ങൾ സംഘടിതരായി വന്നു. ഹിന്ദുക്കളുടെ വീട് തീക്കുന്നു, കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊന്നു. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതായത് സ്ത്രീകളെ മാനഭംഗപ്പെടുന്നു, കുട്ടികളെ ഉൾപ്പെടെ, അമ്മമാരെ ഉൾപ്പെടെ. ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ, വീഡിയോ എന്നാൽ കണ്ടു. റിപ്പബ്ലിക് ബംഗ്ല കാണിച്ചതാണ്. അതായത് ഈ 10, 14 വയസ്സുള്ള മുസ്ലിം പിള്ളേർ എന്നിട്ട് അമ്മമാരോടും സഹോദരിമാരോടും അവരുടെ ഇരട്ടി പ്രായമുള്ളവർ പറയും, അങ്ങനെ എന്നോട് നിന്ന് കിടക്കണം, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താക്കന്മാരെ കൊല്ലും. അതാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. അതായത് 64 നടന്നതിൻ്റെ തനി ആവർത്തനം ഇപ്പോൾ ബംഗാളിൽ നടക്കുകയാണ്. അവിടെ ഒരു ഗോപാൽ പത്ത വരും. പക്ഷെ അതിന് ഗോപാൽ പത്ത ആരെന്നറിയണം. ഇങ്ങനെ വലിയ ആക്രമണം നടന്നു, ഭീകരമായ ആക്രമണം നടന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. അവിടെ കേശവറാം കോട്ടൺ മില്ല് എന്നൊരു മില്ലുണ്ടായിരുന്നു, ഒരു കോട്ടൺ മില്ല്. ആ മില്ലിലേക്ക് മുസ്ലിം അക്രമകാരികൾ കയറിയിട്ട് കുറേ ആളുകളെ കൊന്നു. എത്ര പേരെയാണെന്നറിയോ? 600 പേരെ കൊന്നു. 600 പേരെ ഒരു ഫാക്ടറി കയറി വെട്ടിയെ കൊന്നു. അത് ഒഡീഷയിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു. അങ്ങനെ ആളുകളെ കൊന്നിട്ട് ഹുഗ്ലി നദിയിലേക്ക് തള്ളും. ബംഗാളിൽ വലിയ കനാലുകളുണ്ട്, ഈ കനാലുകൾക്ക് വലിച്ചെറിയും. അങ്ങനെ കൂട്ടക്കൊല. ഓഗസ്റ്റ് മാസം 1946 ഓഗസ്റ്റ് മാസം 46 സംഭവം. ഓഗസ്റ്റ് മാസത്തിൽ ഒരു 15, 16 തീയതികളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഗോപാൽ പത്ത എന്ന് പറയുന്നത് ഗോപാൽ ചന്ദ്ര മുഖോപാധ്യായ എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. 33 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഈ സിഖുകാരെ പോലെ മുടി വളർത്തിയിട്ട് മുടി ഇങ്ങനെ കുടുമേ കെട്ടും. ഒരു ഗുസ്തിക്കാരനായിരുന്നു. ഒരു ഭാരതീയ ജാതീയ ബാഹിനി എന്ന പേരിൽ ഒരു ഗുസ്തി ക്ലബ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അവിടെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഈ ബംഗാളിൻ്റെ കൊൽക്കത്തയുടെ പല ഭാഗത്തും ഹിന്ദുക്കളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ മാനഭംഗപ്പെടുത്തി കൊല്ലുകയും ചെയ്യുന്നത് വാർത്ത കേട്ട് പരമ്പരാഗതമായി ഇറച്ചിക്കട നടത്തുന്ന ആളായിരുന്നു ഈ ഗോപാൽ ചന്ദ്ര മുഖോപാധ്യായ. അദ്ദേഹത്തിന് പോലും ചോര കണ്ട് മടിയില്ലാത്ത അദ്ദേഹത്തിന് പോലും വല്ലാത്ത തല മരച്ചുപോയി. അപ്പോൾ ഭാരതീയ ഈ ജാതിബാഹിനി എന്ന് പറയുന്ന ജാതീയ ബാഹിനിയിൽ ഗുസ്തിക്ക് വന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ആളുകളൊക്കെ കൊന്നാൽ നമ്മളങ്ങനെ ജീവിക്കും, നമുക്ക് നേരിടണ്ടേ, ചെറുക്കണ്ടേ, നമ്മുടെ അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ ഗുസ്തി ക്ലബ്ബിലെ ആൾ പറഞ്ഞു, നമുക്ക് നോക്കാം ഗോപാൽ പത്ത, നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഗോപാൽ പത്ത നമ്മുടെ ഇങ്ങോട്ട് വരട്ടെ നോക്കിയിരിക്കാൻ പറ്റില്ല, നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്നവരും നമ്മുടെ സഹോദരങ്ങളാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരെ നേരിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഈ ഗുസ്തി ക്ലബ്ബിലിരുന്ന് ഈ മുസ്ലിം ആക്രമണങ്ങളെ ചെറുക്കണമെന്ന് ഇവർ തീരുമാനിച്ചപ്പോൾ അവിടെ യു പിയിലും ബീഹാറിലും ഒക്കെ വന്ന് പണിയെടുക്കാൻ വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള വേറെ ഹിന്ദുക്കളുണ്ടായിരുന്നു. അവർക്ക് ഈ കോട്ടൺ മില്ലിലെ 600 ഒഡീഷക്കാരെ കൊന്നതിൻ്റെ പേടി അവർ പറഞ്ഞു ഞങ്ങളും കൂടാന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു രാത്രി 1946 ഓഗസ്റ്റ് 17 രാത്രി ഭാരതീയ ജാതി ബാഹിനി എന്ന് പറഞ്ഞ ഗുസ്തി ക്ലബ്ബിൽ ഇവരെല്ലാം കൂടെ കൂടിയപ്പോൾ ബാർ ബസാറിലെ മാർവാടികൾ, ബാർ ബസാർ എന്ന് പറഞ്ഞ മാർവാടികളുണ്ട്, അവർ പറഞ്ഞു കാശ് ഞങ്ങൾ തരാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ പണം വന്നു. അപ്പം അന്ന് രാത്രി ഹിന്ദുക്കളായിട്ടുള്ള 100 കണക്കിന് കൊല്ലപ്പണിക്കാർ ഒന്നിച്ചു കൂടി, ഞങ്ങൾ ഉണ്ടാക്കി തരാം വാള്. അങ്ങനെ രാത്രി ഉറക്കമുളച്ചിരുന്ന് ഹിന്ദുക്കളായ കൊല്ലപ്പണിക്കാർ വാളുകൾ ഉണ്ടാക്കി 1964 ഓഗസ്റ്റ് 17. അപ്പോൾ അതിനിടയ്ക്ക് വേറെ തമാശയുണ്ട്. ഈ ഹിന്ദുക്കളെ ഇങ്ങനെ ഒരു 13 മുതൽ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ബംഗാൾ മുഖ്യമന്ത്രിയുടെ പേര് സുഹൃതവർദ്ധി എന്നായിരുന്നു. സുഹൃതവർദ്ധി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, അയാളായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. വൈസ്രോയി വേൽ പ്രഭുവായിരുന്നു. ഈ വൈസ്രോയും മുഖ്യമന്ത്രിയും തമ്മിൽ ഉടക്കാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അധികാരങ്ങളുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, അയാൾ ലാൽ ബസാറിലുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇയാൾ ചെന്നങ്ങ് ഇരുന്നിട്ട് പറഞ്ഞു പോലീസ് അനങ്ങരുത്. അതിനു മുമ്പ് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ പോലീസിൽ വലിയ അഴിച്ചുപണി നടത്തിയത്. പോലീസിൽ വലിയ അഴിച്ചുപണി നടത്തിയിട്ട് പോലീസിലുണ്ടായിരുന്ന ബീഹാർ ഹിന്ദുക്കളെ മുഴുവൻ മാറ്റി. എന്നിട്ട് കൊൽക്കത്ത നഗരത്തിലെ പോലീസിൽ മുഴുവൻ മുസ്ലിങ്ങളെ നിറച്ചിരുന്നു. അതുകൊണ്ട് ഇവർ ഇടപെട്ടില്ല. അങ്ങനെ ഇയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തൊക്കെയായാലും രണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെയുള്ള ചില ജില്ലകൾ, ഒന്ന് ഹൗറ, ഹൂബ്ലി, ഇപ്പോഴും വിവാദ കോപ്പുകൾ ഉണ്ടാക്കുന്ന അക്രമങ്ങൾ നടക്കുന്ന 24 ഫർഗാനാസ്, ഈ 3 ജില്ലകൾ പാകിസ്ഥാനിൽ പോകണം. കാരണം ഇത് 3ഉം വ്യാവസായികമായി മുന്നോക്കം നിൽക്കുന്ന ജില്ലകളാണ്. അതങ്ങോട്ട് പാകിസ്ഥാന് പോയാൽ പാകിസ്ഥാൻ സാമ്പത്തികമായി രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ട് സൗഹൃദവർദ്ധി തീരുമാനിച്ചു, ഞാൻ അനങ്ങുന്നില്ല, പോലീസിനെ അനക്കുന്നില്ല, ഉള്ള പോലീസുകാർ പോലും മുസ്ലിങ്ങളാണ്, അപ്പോൾ ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നു കാണട്ടെ എന്ന് പറഞ്ഞ് സൗഹൃദവർദ്ധി ഈ പോലീസ് കൺട്രോൾ റൂമിൽ മുഖ്യമന്ത്രി പോയിരുന്നു. എന്തിനാണെന്നറിയോ, എവിടെന്തെങ്കിലുമൊക്കെ ഫോൺ കോൾ വന്നാൽ പോലീസ് പോകരുതെന്ന് പറയാൻ പോലീസ് കൺട്രോൾ റൂമിൽ സുഹൃതവർദ്ധി എന്നുള്ള മുഖ്യമന്ത്രി പോയിരുന്ന് പോലീസിനെ വിലക്കിയിട്ടാണ് ഈ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 17 ആയപ്പോൾ നമ്മുടെ ഗോപാൽ പത്തയുടെ നേതൃത്വത്തിൽ രാത്രി ചെറുപ്പക്കാർ തടിച്ചുകൂടി. അവർ ആയുധങ്ങളുണ്ടാക്കി, കൊല്ലന്മാർ ആയുധങ്ങളുണ്ടാക്കി കൊടുത്തു. അതിനുള്ള പണം മുഴുവൻ മാർവാടികൾ മുടക്കി. നേരം പുലർന്ന് പതിവ് പോലെ ഇവർ പതുക്കെ കൊൽക്കത്ത നഗരത്തിലേക്ക് ഇവർ ഇറങ്ങുകയാണ്. 3 പേരുടെ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ ബോധോൺ സ്ട്രീറ്റിലെ ബസന്ത എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഒരു ചുമട്ടുതൊഴിലാളിയായ ജഗൽ ബന്ദ്ര ഘോഷ്, 3 നേതാക്കന്മാരുടെ കീഴിൽ അവർ മുന്നിൽ നടന്നപ്പോൾ പുറകിൽ വന്ന് ആളുകൾ എങ്ങനെ നിരന്നു. എത്ര പേരുണ്ടായിരുന്നറിയോ? 900 പേർ. 900 പേരുള്ള ഒരു ഹിന്ദു സേന. ആയിരക്കണക്കിന് ഹിന്ദുക്കളപ്പോൾ കൊല്ലപ്പെട്ടു. 900 പേരുള്ള ഹിന്ദു സേന അങ്ങനെ ഗോപാൽ പത്തയുടെയും ജഗൽ ഭദ്ര ഘോഷിൻ്റെയും ബസന്തയുടെയും നേതൃത്വത്തിൽ കൊൽക്കത്ത തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ കുറേ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ തലേന്ന് 5-6 ദിവസം ഹിന്ദുക്കളെ അരിഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന മുസ്ലിം സംഘം ഓടി വന്നു. കിട്ടിയത് ഒറ്റയടിക്ക് ഇത്ര എണ്ണത്തിന് നമുക്ക് 600 വരെ കോട്ടൺ മില്ലിൽ കയറി കൊന്നവരാണ്. ഇത്ര എണ്ണത്തിന് നമുക്ക് തീർക്കാം, വാടാന്നും പറഞ്ഞ് ഇവർ ഓടി വന്നു. ഇപ്പം നമ്മുടെ 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അമേരിക്കൻ പട്ടാളക്കാർ ഈ ഗോപാൽ പത്തയുടെ ഇറച്ചിക്കടയുടെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ഗോപാൽ പത്ത എന്ത് ചെയ്യുന്നറിയോ, അമേരിക്കൻ പട്ടാളക്കാർക്ക് കുറച്ച് വിസ്കി കൊടുത്ത് അടിച്ച് പൂസായപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് യു ആർ എ ഗുഡ് ഗൈ, വാട്ട് യു വാണ്ട് മാൻ എന്നൊക്കെ ചോദിച്ചു. ഗോപാൽ പത്ത പറഞ്ഞു, ചേട്ടൻ്റെ ഇരിക്കുന്ന ഒരു തോക്ക് എനിക്ക് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഗോപാൽ പത്ത അന്ന് 0.45 ഒരു പിസ്റ്റല് വിസ്കി കൊടുത്ത് അമേരിക്കൻ പട്ടാളക്കാരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 പിസ്റ്റലുകൾ. ഈ പിസ്റ്റലുകളും 100 ബുള്ളറ്റുകളും ഗോപാൽ പത്തരയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മുസ്ലിം അക്രമകാരികൾ ഇവരുടെ നേരെ പാഞ്ഞു വന്നപ്പം പടപടപടയെന്ന് വെടികൊണ്ട് 100 ബുള്ളറ്റുകളും തീർന്നു എന്ന് പറഞ്ഞാൽ 100 എണ്ണം അവിടെ വീണു. ഇവർ ഓടിയവരെ വിട്ടില്ല. കാരണം പത്ത വിളിച്ചു പറഞ്ഞു, ഇവർ നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ തല വെട്ടിയവരായിരുന്നു, ഓരോ ഹിന്ദുവിൻ്റെ തലയ്ക്കും 10 തലകൾ നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 1000 പേർ, 900 പേരുള്ള സേനയാണ്. അവർ പിന്നാലെ പോയി എല്ലാത്തിനെയും തുണ്ടം കണ്ടിച്ച് കനാലിലെറിഞ്ഞു. ഹിന്ദുവിൻ്റെ ജഡം വീണ അതേ കനാലുകളിൽ, ഹിന്ദുവിൻ്റെ ജഡം ഇവരെ വലിച്ചെറിഞ്ഞ അതേ ഹൂബ്ലി നദിയിൽ മുസ്ലിം അക്രമകാരികളെ കൊന്നു വീഴ്ത്തി ഗോപാൽ പത്തയും ബസന്തയും ജഗൽ ഭദ്ര ഘോഷും അടങ്ങുന്ന ഹിന്ദു സേന. 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി ഹിന്ദുക്കൾ അതിശക്തമായി ഈ ബംഗാളിൽ കൊൽക്കത്തയിൽ തിരിച്ചടിച്ചതോടെ മുസ്ലിം അക്രമകാരികൾ ഓടിപ്പോയി. അവർക്ക് മനസ്സിലായി കൊൽക്കത്ത ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ലാതെ. ഉടനെ സുഹൃതവർദ്ധി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിറച്ചുപോയി. സുഹൃതവർദ്ധി എന്ത് ചെയ്തു, 2 പേരെ സമാധാനത്തിനായിട്ട് നേരെ ഗോപാൽ പത്തയുടെ അടുത്ത് അയച്ചു. ഒന്ന് യൂത്ത് ലീഗായ അജ്മീരി, 2ാമത്തെ ആളെ നമുക്ക് കേട്ടറിയാം, നാഷണൽ ഗാർഡിൽ പ്രവർത്തിച്ചിരുന്ന മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല, ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ.
ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി പിന്നെ മാറിയ മുജീബ്, ഈ രണ്ടുപേരും പത്തേടെ എടുത്തിട്ട് നിർത്തണം, മുസ്ലിമുകൾ ഇനി ഒന്നും ചെയ്യത്തില്ല, ഉപദ്രവിക്കരുത്, കൊല്ലരുത്. അപ്പോൾ ഈ അപ്പോഴത്തേക്കും 17-ാം തീയതി ആരംഭിച്ചു, 19, 20 ഒക്കെ ആയപ്പോൾ ഇവരുടെ 900 എന്നുള്ളത് 2000, 3000. ഹിന്ദുക്കൾക്ക് ഭയങ്കര ആത്മവിശ്വാസം തിരിച്ചു വന്നു. അവർ കയ്യിൽ കിട്ടുന്ന കറിക്കത്തി എങ്കിൽ കറിക്കത്തി എടുത്തുകൊണ്ട് ഹിന്ദുക്കൾ തെരുവിൽ കൊല്ലുവടാ, ഞങ്ങളെ തൊട്ടാൽ 1 തൊട്ടാൽ 10 എന്ന് പറഞ്ഞ് ബംഗാളിലേക്ക് അവർ ഇറങ്ങി. അപ്പോൾ ഇവർ വന്നു ആയുധം കീഴടക്കണമെന്ന് പറഞ്ഞു. പത്ത പറഞ്ഞു, ഞങ്ങൾ ആയുധം വെക്കാം, പക്ഷേ ആദ്യം മുസ്ലിമുകൾ ആയുധം വെക്കണം. മുസ്ലിമുകൾ ആയുധം വെച്ചു. കൽക്കത്തയിൽ നിന്ന് അവർ ഒഴിഞ്ഞുപോയി. പക്ഷേ ചോര, ബംഗാൾ മുഴുവൻ ചോരയായിരുന്നു. ഏതാണ്ട് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 10,000-ത്തിനടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു രണ്ട് ഭാഗത്തുമായി. ആദ്യം തുടങ്ങിയത് മുസ്ലിമുകളാണ്. ഗോത്ര പോലെയായിരുന്നു. പിന്നീട് ഗുജറാത്ത് എന്ന് കരഞ്ഞതുപോലെ തുടങ്ങി വെച്ചു, വാങ്ങിച്ചു കിട്ടി. പക്ഷേ അപ്പോഴേക്കും സംസ്ഥാന ഭരണം വളരെ മോശമാണ്, വളരെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിവില്ല എന്ന് വന്നിട്ട് വേൽ പ്രഭു വൈസ്രോയി ആയിട്ട് ഉടക്കായിരുന്നു. വേൽ പ്രഭു ഇയാളെ പറഞ്ഞ് രാജിവെക്കാൻ പറഞ്ഞു സുഹൃതവർദ്ധിയോട്. സുഹൃതവർദ്ധി അങ്ങനെ രാജിവെച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വേറൊരാളുടെ രംഗപ്രവേശം ഉണ്ടായി. ആരാന്നറിയോ? സാക്ഷാൽ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ യുഗപുരുഷൻ ബംഗാളിലേക്ക് വന്നു. ബംഗാളിൽ വന്നിട്ട് 73 മണിക്കൂർ ഉപവാസം നടത്തിയിട്ട് ഗോപാൽ പത്തയ്ക്ക് ഒരു കുറിപ്പ് കൊടുത്തിച്ചു. ഗോപാൽ പത്ത എന്നെ വന്ന് കാണണം, ഹിന്ദുക്കൾ ആയുധം വെച്ച് കീഴടങ്ങണം, ഹിന്ദുക്കൾ ഒരിക്കലും അക്രമം ചെയ്യാൻ പാടില്ല, എന്നെ വന്ന് കാണണം എന്ന് ഗോപാൽ പത്തയ്ക്ക് മഹാത്മാഗാന്ധി ഒരു കത്തെഴുതി കൊടുത്തിച്ചു. ഗോപാൽ പത്ത തൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ കത്ത് വായിച്ചു. എന്നിട്ട് ഗോപാൽ പത്ത പറഞ്ഞു, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ എവിടെയായിരുന്നു ഈ മഹാത്മാഗാന്ധി? ഇപ്പോൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെടാൻ തോന്നിയപ്പോൾ ഇദ്ദേഹത്തിന് 73 മണിക്കൂർ നിരാഹാരം ഇരിക്കണമെന്ന് പറഞ്ഞല്ലോ, ഹിന്ദുക്കൾ ആയുധം വെക്കണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മുസ്ലിങ്ങൾ ഒരാഴ്ച ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ അങ്ങേക്ക് നിരാഹാരം ഉണ്ടായിരുന്നില്ല, ആയുധം വെക്കേണ്ടിയിരുന്നില്ല. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ ആയുധമെടുത്തപ്പോൾ അങ്ങേക്ക് ഉപവാസം വന്നു, നിരാഹാരം വരണം. ഗോപാൽ പത്ത ആയുധം താഴെ വയ്ക്കില്ല. എൻ്റെ ഹിന്ദു സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ളതൊരു പഴയ ആണിയാണെങ്കിൽ പോലും ഗോപാൽ പത്ത ഉപയോഗിക്കും. ഗാന്ധിയെ കാണാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അവസാനം ഗാന്ധി തിരിച്ചുപോയി. അപ്പോൾ ഗാന്ധി പിന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹിന്ദുക്കളെ നിങ്ങളെ മുസ്ലിമുകൾ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കാതെ അതിന് വഴങ്ങിക്കൊടുക്കണം. നിങ്ങളെ അവർ അടിമകളാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ അടിമ ജീവിതം സഹിക്കണം. അല്ലയോ ഹിന്ദുക്കളെ മുസ്ലിമുകൾ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചാൽ അവരുടെ നിയമത്തിന് വിധേയമായി നിങ്ങൾ ജീവിച്ചു കൊള്ളണമെന്ന് മഹാത്മാഗാന്ധി സ്വന്തം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഗോപാൽ പത്ത പറഞ്ഞു, പോയി പണി നോക്കൂ ഗാന്ധി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബംഗാളിലെ ഹിന്ദുക്കൾ സർവൈവ് ചെയ്ത് 2005 92-ാം വയസ്സിൽ അപ്പോഴും ആരോഗ്യത്തോടെ ഗോപാൽ പത്ത അതുവരെ ജീവിച്ചിരുന്നതിന് ശേഷം സ്വാഭിമാനിയായ വീരനായ ഹിന്ദു യോദ്ധാവായി ബംഗാളിൻ്റെ സമരവീര്യത്തിൻ്റെ ക്ഷാത്രവീര്യത്തിൻ്റെ പ്രതീകമായി ഗോപാൽ പത്ര 2005 മരിച്ചു. പക്ഷേ ഗോപാൽ പത്തയുടെ കഥ ബംഗാളിലെ ഹിന്ദുക്കൾക്കറിയാം. അതുകൊണ്ട് ബംഗാളിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു, തല്ലുന്നു, ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഊറ്റം കൊള്ളുന്ന സുഡാപ്പികൾ ഓർക്കണം, ഗോപാൽ പത്ത ഓരോ വീട്ടിലുമുണ്ട്, ഓരോ മനസ്സിലുമുണ്ട്. ആ ഗോപാൽ പത്ത ഒന്ന് ഉണർന്നെണീക്കുന്നത് വരെയുള്ളൂ ഈ കൂട്ടക്കൊല. ബംഗാളിൽ ഗോപാൽ പത്ത ഓരോ കുടുംബങ്ങളിലും ഓരോ മനസ്സുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട, ഇന്നത്തെ ഗോപാൽ പത്ത അവിടെയുണ്ട്, വന്നിരിക്കും.